ഡിബേറ്റ് വിത്ത് മാധു സജി. PM-ശ്രീ മഹാശ്ചര്യമാണ്. കരാറങ്ങ് അറബിക്കടലിലും ചവറ്റുകൊട്ടയിലും ഒന്നും തിരയേണ്ട, ഇവിടെ തന്നെ ഉണ്ടാകും. ഉറഞ്ഞു തുള്ളിയവർ പറഞ്ഞതെല്ലാം ആവിയായി പോയിരിക്കുന്നു. പദ്ധതിയിൽ ഇന്നിനി പിന്മാറാനാകില്ലാത്രേ. കഴിഞ്ഞ സർക്കാരിനെ പഴിച്ച് അത് അങ്ങനെ അതിവേഗം തീർപ്പാക്കിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഏതൊക്കെ സ്കൂളുകളിൽ PM-ശ്രീ നടപ്പിലാക്കും എന്നത് മാത്രമാണ്. ഇളവുകൾക്കായി കേന്ദ്രത്തെ സമീപിക്കും. നടപ്പിലാക്കുന്നത് ആരുടെ തീരുമാനമാണ്? ആർക്കാണ് നിർബന്ധ ബുദ്ധി? KSUവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ലീഗിനോ വല്ലതും ഉരിയാടാനുണ്ടോ? നിങ്ങളാണ് വിമർശിച്ചത്. RSS അജണ്ട നടപ്പിലാക്കാൻ നീക്കമെന്ന് CPM വിമർശിക്കുന്നു. മറുപടിയുണ്ടോ? എല്ലാവരും എതിര് നിന്നിട്ടും PM-ശ്രീ നടപ്പിലാക്കാനുള്ള തീരുമാനമുണ്ടാകുമ്പോൾ ശരിയായിരിക്കാം. PM-ശ്രീ മഹാശ്ചര്യമാണ്. നിങ്ങൾക്ക് കിട്ടുന്നതെന്താണ്? കോൺഗ്രസിൽ നിന്ന് ശ്രീ VR അനൂപ്, CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A സജീവൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ശ്രീ VR അനൂപ്, അങ്ങേക്ക് കേൾക്കാമോ? അദ്ദേഹം അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചർച്ചയിലേക്ക് ചേരും. ശ്രീ N ശ്രീകുമാർ, ഇനി ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന UDF-ന് ഉറച്ച ബോധ്യമുണ്ടാകാൻ മാത്രം എന്താണ് ഈ പദ്ധതിയിൽ ഇത്ര നിർബന്ധിതാവസ്ഥയുള്ളത്? അങ്ങനെയായിരുന്നുവെങ്കിൽ അത് നേരത്തെ തീരുമാനമെടുത്തതായിരുന്നു. ഉപസമിതി അടക്കമുള്ള പ്രഹസനങ്ങൾ എന്തിനായിരുന്നു പിന്നെ? നോക്കൂ ശ്രീമതി മാധു, ഇന്ന് UDF-ന്റെ യോഗം ചേർന്ന് PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിശദമായ ചർച്ച ഓണം കഴിഞ്ഞ ശേഷമായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ PM-ശ്രീ പദ്ധതി ഒപ്പിട്ടതിൽ നിന്നും തുടർന്ന് വരുന്ന ഗവൺമെൻറ്റിന് പിന്മാറാൻ കഴിയില്ലെന്ന് പറഞ്ഞത് അന്ന് ഒപ്പിടുമ്പോൾ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ ശ്രീ കാളിയാടനാണ്. അദ്ദേഹമാണ് ഒരു ലേഖനം എഴുതിയിട്ട് പറഞ്ഞത്, PM-ശ്രീ പദ്ധതി ഒപ്പിട്ട് പോയി, ഇനി UDF ഗവൺമെൻറ് എത്ര വിചാരിച്ചാലും അതിന് പിന്മാറാൻ കഴിയില്ലെന്ന്. കാരണം ഗവൺമെൻറ് എന്ന എക്സിക്യൂട്ടീവ് സംവിധാനം ഒരു തുടർച്ചയാണ്. ഇവിടെ UDF-ന്റെ ചോദിക്കും എന്താണ് PM-ശ്രീ മഹാശ്ചര്യമെന്നാണല്ലോ ശ്രീമതി മാധു പറഞ്ഞത്. ഈ മഹാശ്ചര്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്ചര്യ ചിഹ്നം ഇട്ടിങ്ങനെ വെക്കാവുന്ന മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ കാണേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, നയപരമായിട്ട് ഇതിനെ UDF-ഉം കോൺഗ്രസും ഒന്നും ഒരിക്കലും അനുകൂലിക്കുന്ന സംവിധാനമല്ല. നയപരമായിട്ട് LDF-ന്റെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ പറഞ്ഞതും നയപരമായിരുന്നു. പക്ഷേ ആ നയപരമായ കാര്യത്തിൽ നിന്നും പിന്മാറി അവരെ മന്ത്രിസഭ അറിയാതെ LDF അറിയാതെ എന്നൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അവരത് ഒപ്പിട്ടു. ആ ഒപ്പിട്ട ശേഷം പിന്നീട് അവരെ അധികാരത്തിലെത്തിയില്ല. അധികാരത്തിലെത്തുമെന്ന് അവരുടെ പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ പിന്നെ വന്നത് UDF-ആണ്. UDF നയപരമായിട്ട് ആ ഗവൺമെൻറ്റിൻ്റെ പരാജയം അവർ വിളിച്ചു പറയുകയും അത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ PM-ശ്രീ ഒപ്പിട്ടത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഭരണപരമായിട്ട് അതിനെ അംഗീകരിക്കേണ്ട ബാധ്യത UDF-ന് വന്നു ചേർന്നു. ഒരു ചോദ്യമാണ് ശ്രീ N ശ്രീകുമാർ എനിക്കുള്ളത്. ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്റെ അറിവിൽ. ഉപസമിതി രൂപീകരിച്ചത് എന്തിനായിരുന്നു? ഉപസമിതി രൂപീകരിച്ച്, അതായത് ഇവർ ഒപ്പിട്ട ശേഷം, അതായത് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട ശേഷം അവർ പറഞ്ഞത് ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു ഉപസമിതിയെ അന്നത്തെ പിണറായി ഗവൺമെൻറ് നിയമിച്ചു, മന്ത്രിമാരുൾപ്പെടെ. അതിന് ശേഷമേ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് പിന്നീട് ഒന്നും കേട്ടില്ല. തുടർന്നാണ് UDF വന്നത്. അവരും ഇതുപോലെ ഉപസമിതിയെ വെച്ചു. എന്തിനാണ്? പഠിക്കാനായിട്ടാണ് വെച്ചത്. പക്ഷേ പഠിക്കാനായിട്ട് ഉപസമിതി വെച്ചപ്പോൾ തന്നെ ഭരണപരമായ ഉപദേശം കിട്ടി. എന്താണ്? നിയമപരമായ ഉപദേശവും കിട്ടി. എന്താണ്? ഇത് മുൻ ഗവൺമെന്റ് ഒപ്പിട്ട കാര്യത്തിൽ നിന്നും പിന്മാറാൻ ഏകപക്ഷീയമായി കഴിയില്ല. ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല എന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ എന്തു സാധ്യത എന്നത് പരിശോധിക്കാനാണ് ഉപസമിതി എന്നതാണ് എല്ലാവരും വ്യക്തമാക്കിയത്. ഉപസമിതി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇപ്പൊ നോക്കൂ, ഏതൊക്കെ സ്കൂളുകളിൽ PM-ശ്രീ നടപ്പിലാക്കാം എന്ന് ചർച്ച ചെയ്യാനായിരുന്നില്ല ഉപസമിതി. അങ്ങനെ VD സതീശൻ വ്യക്തമാക്കിയിട്ടില്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതായത് ഏത് സ്കൂളുകളിൽ PM-ശ്രീ നടപ്പിലാക്കാം എന്ന് തീരുമാനിക്കാനായിരുന്നില്ല ഉപസമിതി രൂപീകരണം. ഉപസമിതി രൂപീകരണം ഈ പറയുന്ന PM-ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നത് പരിശോധിക്കാൻ കൂടിയായിരുന്നു എന്നതാണ് സഖ്യകക്ഷി നേതാക്കളടക്കം വ്യക്തമാക്കിയത്. ആ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് അസാധാരണമായ തിടുക്കം ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ശ്രീ N ശ്രീകുമാർ.
അല്ലല്ല, അതായത് ഇത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയല്ല ഉപസമിതിയെ വെച്ചത്. കാരണം ഒപ്പിട്ട രണ്ട് ഗവൺമെൻറ് തമ്മിൽ ഒപ്പിട്ട ഒരു കരാറ്, ഒരു MOU, ആ കരാറ് റദ്ദാക്കാൻ കഴിയില്ല എന്നൊരു നിയമോപദേശം കിട്ടിയാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ഉപസമിതി. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നതിൽ ഈ ഉപസമിതി റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ആരുടെ ഉപദേശപ്രകാരമാണ് ഇപ്പോൾ ഈ തീരുമാനം എടുക്കുന്നത്? ഞാൻ പറയാം, പറയാം. നല്ലൊരു എല്ലാ ജനങ്ങൾ അറിയേണ്ട ചോദ്യമാണ് ശ്രീമതി മാധവി ചോദിച്ചത്. അതായത് ഇന്നത്തെ UDFന്റെ ഏകോപന സമിതി യോഗത്തിലെ ഒരു തീരുമാനം PMC പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ്. ഇതിൻ്റെ വിപുലീകൃത UDF യോഗം ചേരുമ്പോഴേക്കും ഈ ഉപസമിതി റിപ്പോർട്ടും കൂടെ അവിടെ വരുമെന്ന പ്രതീക്ഷയാണ് സാധാരണക്കാർക്കുള്ളത്, അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കും ഉള്ളത്. മറിച്ച് ആ ഉപസമിതിയുടെ രൂപീകരിക്കുകയും ആ ഉപസമിതി യോഗം ചേരാതിരിക്കുകയും ആ ഉപസമിതി അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ ഉത്തരം പറയാനുള്ള ബാധ്യത കൂടി മുഖ്യമന്ത്രിയുടെ തലയിൽ വന്ന് വീഴും എന്നുള്ളത് കൊണ്ട് ഈ ഉപസമിതി റിപ്പോർട്ടും കൂടെ വെച്ചുകൊണ്ടായിരിക്കും ഓണത്തിന് ശേഷമുള്ള UDFന്റെ വിപുലീകൃത യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുന്നത്. ഇത് UDF കൺവീനർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഏതൊക്കെ സ്കൂളുകളിൽ PMC നടപ്പിലാക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉപസമിതി റിപ്പോർട്ട് അനുസരിച്ച് പരിഗണിക്കും എന്നുള്ളതാണ്. ഉപസമിതി രൂപീകരിച്ചത് PMCയിൽ ഇനി എന്തു ചെയ്യാൻ കഴിയും എന്ന തീരുമാനമെടുക്കാനാണ്. ആ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് UDF എന്ത് ആധികാരിക രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ തീരുമാനം എടുത്തത് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ വിപുലീകൃത UDF തീരുമാനിക്കുമെങ്കിൽ ആ UDF PMC നടപ്പിലാക്കണമെന്ന് ആരും കഴുത്തിന് കുത്തിപ്പിടിച്ചു നിന്ന് പറയുന്നില്ല. ശ്രീ N. ശ്രീകുമാർ, തിടുക്കമാണിത്, പിടച്ചിലാണിത്, ദൃശ്യമാണത്. അല്ല, നോക്കൂ ശ്രീമതി മാധു, അതിന് ഒറ്റ ഉത്തരം ഞാൻ പറഞ്ഞല്ലോ. അതായത് PMC പദ്ധതിയിൽ നിന്നും പിന്മാറാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയില്ലെങ്കിൽ ഒരു തുടർച്ചയായ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന് നടപ്പാക്കിയേ പറ്റൂ. കാരണം ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ മുന്നണി എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ലേ. ഒരു കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നണി സംവിധാനം പ്രവർത്തിക്കുക. മറിച്ച് ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായി വരുന്ന മറ്റൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവുമായി ഒപ്പിട്ടിട്ടുള്ള ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ഏകപക്ഷീയമായി പിന്മാറാൻ പറ്റാത്തതാണെങ്കിൽ അത് അവരുടെ നടപ്പാക്കാനുള്ള ബാധ്യത അവരിൽ വന്ന് ചേരുകയാണ്. അക്കാര്യത്തിലാണ് ഉപസമിതിയുടെ തീരുമാനം വരുന്നത്. ഏത് രീതിയിൽ? അതായത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കേന്ദ്ര വിദ്യാഭ്യാസ നയം, RSSന് മേധാവിത്വമുള്ള വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാകുമോ? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, കേരളത്തിൻ്റെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, മതേതര ചിന്തകളിലൊക്കെ ഊന്നി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, ആ കരിക്കുലം മാറ്റേണ്ട ഒരു അവസ്ഥ വരുമോ? ഈ രണ്ട് കാര്യങ്ങളാണ് ഉപസമിതി പരിശോധിക്കുക. അതിൽ കേന്ദ്ര വിദ്യാഭ്യാസ പാഠ്യപദ്ധതി അതേപോലെ നടപ്പാക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി കേന്ദ്രം കാണിക്കുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ, ഇതൊരു തുടർ സംവിധാനമല്ലേ, അങ്ങനെ കാണിക്കുകയാണെങ്കിൽ കേരളത്തിലെ UDFന്റെ മന്ത്രിസഭ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്, വളരെ ശ്രദ്ധിച്ചേക്കണം. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PMC നടപ്പാക്കുമ്പോൾ അക്കാര്യത്തിലൊരു പാഠ്യപദ്ധതി കൂടി അവർ നിഷ്കർഷിക്കുന്നുണ്ട്. ആ പാഠ്യപദ്ധതി എല്ലാ കോൺഗ്രസ് ഗവൺമെന്റുകളും നടപ്പാക്കിയ കോൺഗ്രസ് ഗവൺമെന്റിലെ അവിടെ അവർ അതേ രീതിയിൽ നടപ്പാക്കിയിട്ടില്ല, നിർബന്ധ ബുദ്ധി പിടിച്ചിട്ടുമില്ല. അതുപോലെ കേരളത്തിലും പറ്റുമോ എന്നുള്ള അന്വേഷിക്കണം. കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് കക്ഷികളുടെ ഒരു മന്ത്രിസഭ എടുത്ത തീരുമാനം പിന്നീട് വന്ന ജനാധിപത്യ പക്ഷെ അപ്പോഴും ഈ പറയുന്ന കരിക്കുലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നടപ്പിലാക്കിയാൽ മതി എന്ന് കേന്ദ്രം പുതുതായിട്ട് എന്തെങ്കിലും അറിയിപ്പ് നൽകിയിട്ടുണ്ടോ? അല്ല, കരിക്കുലത്തിന്റെ ആ ഒരു നിർബന്ധം പിടിക്കാറില്ല സാധാരണ. നിൽക്കട്ടെ, അത് LDF ഒപ്പുവെച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. കരിക്കുലം സ്റ്റേറ്റ് ഫ്ലേവേഴ്സ് അനുസരിച്ച് മതി എന്നുള്ളത് തന്നെയാണ് MOUയിൽ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ മന്ത്രി UDF യോഗം ചേർന്നതിന് തൊട്ട് മുൻപായി കേരളത്തിലെ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി? ചർച്ചയിൽ ഇനി മനസ്സിലാകേണ്ടത് ഏതൊക്കെ സ്കൂളുകൾ എന്നുള്ളത് മാത്രമാണ്. കേന്ദ്രം പുതുതായി ഒന്നും കേരളത്തെ അറിയിച്ചിട്ടില്ല. അതായത് ഈ സിലബസ് അടക്കമുള്ള കാര്യങ്ങൾ MOUയിൽ പറഞ്ഞതിനപ്പുറത്ത് LDF ഒപ്പുവെക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു പുതിയ അറിവ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിന് കിട്ടിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുമില്ല. ഇനി ഉപസമിതി രൂപീകരിച്ചു ഇതെങ്ങനെ നടപ്പിലാക്കണം അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട എന്നത് തീരുമാനിക്കാൻ അത് സംബന്ധിച്ച റിപ്പോർട്ടും വന്നിട്ടില്ല. ശ്രീ N. ശ്രീകുമാർ, ഈ നാട്ടിലുള്ള ആളുകളൊക്കെ നേരത്തെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് പോലെ അരിയാഹാരം കഴിക്കുന്നവർ കൂടിയാണ് എന്നത് പറഞ്ഞു പോകുന്നു. ഞാൻ അങ്ങയോട് പറഞ്ഞതല്ല കേട്ടോ, ഞാൻ പൊതുവായി പറഞ്ഞതാണ്, അങ്ങയോട് ഞാൻ അങ്ങനെ പറയുകയുമില്ല. അഡ്വക്കേറ്റ് KS അരുൺകുമാർ,
അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇതിൽ വളരെ കൃത്യമായി ഇപ്പൊ നോക്കൂ, ജെബി മേത്തർ ഈ തൊട്ട് മുൻപ് ഒരു പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിക്കുകയും അതിന് മറുപടി കിട്ടുകയും ചെയ്തു. എന്തിനാണ് ആ ചോദ്യം ചോദിച്ചത് എന്നറിയില്ല. LDF ഉണ്ടായിരുന്ന സമയത്ത് എന്താണോ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ഉത്തരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വ്യക്തത വരുത്താനുള്ള ഒരു ശ്രമം ജെബി മേത്തറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിൽ കടപ്പെട്ടിരിക്കുന്നു LDF എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തത്. പക്ഷെ അതിന് പിന്നാലെ നിർണായകമായ ഒരു തീരുമാനം വരികയാണ് PM ശ്രീയുമായി മുന്നോട്ട്. നിങ്ങൾ അതിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ എതിരഭിപ്രായങ്ങളും വിമർശനവും ഒക്കെ ഉള്ളവരാണ്. വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള ഇടമല്ല എങ്കിൽ പോലും പക്ഷേ അന്ന് ഒപ്പുവെക്കുന്ന സമയത്ത് നിശിതമായ വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു. വലിയ പ്രതിരോധമുണ്ടായിരുന്നു. അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞിരുന്നു. ദാ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതെ, അന്ന് 2025 ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിൽ അങ്ങ് തുടങ്ങിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ LDFനെ ആക്രമിക്കാൻ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ തരത്തിലുള്ള പ്രചരണം നടത്താൻ വേണ്ടി ഉപയോഗിച്ച ഒരു മാർഗമായിരുന്നു PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അന്ന് ശ്രീ VD സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി, അന്നത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയെ കണ്ട ശേഷമാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. അത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കുറുക്കു വഴിയാണ് എന്നതാണ് പറഞ്ഞത്. സർക്കാരിന്റെ ഏകപക്ഷീയമായിട്ടുള്ള നീക്കമാണ്, ഫണ്ട് വാങ്ങുന്നതിനല്ല, RSS അജണ്ടയോടെയാണ് ഞങ്ങൾക്ക് എതിർപ്പ് എന്നാണ് ശ്രീ KC വേണുഗോപാൽ പറഞ്ഞത്. KM ഷാജി പറഞ്ഞത് അറബിക്കടലിൽ തള്ളും എന്നതാണ്. അതുപോലെ തന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ചവറ്റുകൊട്ടയിൽ തള്ളുമെന്ന്. ഷംസുദ്ദീൻ അടക്കം PK ബഷീർ അടക്കം എല്ലാ ലീഗിന്റെ നേതാക്കന്മാരും പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരിക്കലും PM ശ്രീ നടപ്പാക്കില്ല എന്ന്. അത് കേട്ടുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. PM ശ്രീ ഒപ്പിടാനുണ്ടായ സാഹചര്യവും 20-ാം ദിവസം അതിൽ നിന്ന് പിന്മാറാനുണ്ടായ തീരുമാനവും, ആ തീരുമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം ഒരു തരത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചില്ല, സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തില്ല, സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഒരു നിബന്ധനയും സ്വീകരിച്ചില്ല, നടപടികൾ നടപ്പാക്കിയില്ല എന്നുള്ളത് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. കെപ്റ്റിൻ അബൈൻസിൽ വച്ചിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ UDF അധികാരത്തിൽ വരുന്നു. UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം കണ്ടു. മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചു. താങ്കൾ ചോദിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭ ഉപസമിതിയുടെ തീരുമാനം വന്നോ? ശ്രീ N ശ്രീകുമാർ ഇവിടെ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഒപ്പിട്ടതിന്റെ ഭാഗമായി തുടർന്നു പോകണം എന്ന് വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഉപസമിതി വച്ചത് എന്നതാണ്. അത് വിശ്വസിക്കുകയാണ്. അങ്ങനെ LDF സർക്കാർ ഒപ്പിട്ടതിന്റെ ഭാഗമായി ഒരിക്കലും ഈ കരാറിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കേരളത്തിലെ പ്രസന്റ് ഗവൺമെന്റിന് കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ നിയമോപദേശം കിട്ടിയാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഉപസമിതി കണ്ടെത്തുമെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തിയോ? ഉപസമിതിയുടെ എന്തെങ്കിലും ശുപാർശ വന്നോ? 3 സാഹചര്യങ്ങളുണ്ട്. 8/5/2026 അതായത് കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി സഞ്ജയ് കുമാർ ഒരു കത്തയച്ചു. കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായി PM ശ്രീ നടപ്പാക്കിയിട്ടില്ല. കേരളം ഒപ്പിട്ടു എന്നിരുന്നാലും മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് പുതിയ ഗവൺമെന്റ് ഒപ്പിടണം, പുതിയ ഗവൺമെന്റ് മുന്നോട്ട് പോകണം, ഇത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് അയച്ചു. രണ്ടാമത് സുപ്രീം കോടതിയിൽ സമാനമായിട്ടുള്ള ഒരു കേസിൽ കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് ഫയൽ ചെയ്തു. ആ അഫിഡവിറ്റിൽ പറഞ്ഞു കേരളം ഒപ്പിട്ടു, അതിൽ അവിടെ നിൽക്കുകയാണ്, PM ശ്രീ നടപ്പാക്കിയിട്ടില്ല, ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് PM ശ്രീ നടപ്പാക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് പരമോന്നത നീതിപീഠത്തിന് മുമ്പാകെ കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് ഫയൽ ചെയ്തു. പങ്ക് സൂചിപ്പിച്ച ജെബി മേത്തർ MP വിശദമായിട്ട് ഒരു കത്ത് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, അതിന് വളരെ വിശദമായിട്ടുള്ള മറുപടി കിട്ടുന്നു. ആ മറുപടിയിൽ PM ശ്രീ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ്, പാർലമെന്റിൽ കൊടുക്കുന്ന മറുപടി, അതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയുടെ കത്ത്, ഇതെല്ലാം നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമാണ്. ഒരിക്കലും ഒപ്പിട്ടിട്ടേ ഉള്ളൂ, ഈ പദ്ധതി നടപ്പാക്കിയിട്ടില്ല. 20-ാം ദിവസം കത്ത് കൊടുത്ത് കെപ്റ്റിൻ പദ്ധതി അവസാനിക്കും. ഇനി ഒരൊറ്റ അധ്യയന വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിൽ നിന്ന് കിട്ടാനുള്ള കണക്കിന് ഈ 1500 കോടിയുടെ വലിപ്പമൊന്നുമില്ല. പിന്നെ എന്തിനായിരിക്കാം ഈ സമയത്ത്, ഈ അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷവും ഇപ്പോഴീ ഒപ്പുവെക്കൽ? അത് ആരെ ബോധിപ്പിക്കാനും ആരെ പ്രീതിപ്പെടുത്താനുമാണ്? ഒറ്റ കാര്യമുള്ളൂ, യഥാർത്ഥത്തിലുള്ള BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീല് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു. എന്നാൽ അവർ പ്രചരണം നടത്തി LDFും BJPയുമാണ് ഡീലെന്ന്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നതൊക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞു. ഒറ്റ വാചകം കടമെടുത്താൽ കേരളത്തിൽ ഭരിക്കുന്നത് BJPയുടെ സർക്കാരാണോ എന്ന് ചോദിച്ചത് AICCയുടെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി നമുക്കറിയാം KC വേണുഗോപാലാണ്. ശ്രീ PM നിയാസ് KPCCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഏത് RSSന്റെ ഇംഗിതം നടപ്പാക്കുന്ന സർക്കാരാണ് കേരളത്തിന്റെ മന്ത്രിസഭ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ സമാനമായിട്ടുള്ള എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ VC മറ്റേ വൈസ് ചാൻസലർ നിയമനത്തിലോ സെനറ്റ് നിയമനത്തിലോ ഇലക്ഷൻ കമ്മീഷണറെ നിയമിച്ച നിയമനമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഈ 70 ദിവസത്തിനുള്ളിൽ എത്ര RSSന് അനുകൂലമായ RSSന്റെ അജണ്ടയാണ് കേരളത്തിൽ നടപ്പാക്കപ്പെട്ടത്? അതുകൊണ്ട്
ഇവിടെ 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞ BJP നേതാക്കന്മാർ 3 സീറ്റ് കിട്ടിയപ്പോൾ കേരളം ഭരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഒരു സമ്മർദ്ദവും പിന്നെ വന്നിട്ടില്ല. ആ മെയ് മാസം 8-ാം തീയതി വന്ന കത്തേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു സാഹചര്യമില്ല. ഏകപക്ഷീയമായി ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതാ നടപ്പാക്കാൻ പോകുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ലീഗിന്റെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന മന്ത്രിസഭ, കോൺഗ്രസിന്റെ മന്ത്രിമാർ കേരളത്തിലെ ജനങ്ങളെ ചതിക്കുക, വഞ്ചിക്കുന്ന, തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് തന്ത്രവും പാലിക്കും, അത് പ്രവർത്തിക്കും. അതിനുശേഷം വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നയം ഇതാണ്, അത് RSSന്റെ നയമാണ്, BJPയുടെ നയമാണ്, അത് തന്നെയാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ നയം ഒരു മടിയുമില്ലാതെ കേരളത്തിൽ നടപ്പാക്കുന്ന പ്രക്രിയ നമ്മൾ കാണുകയാണ്. ശരി, ശ്രീ എസ് സജീവൻ, ഇപ്പോ ഇന്ന് UDF യോഗത്തിലേക്ക് ഈ വിവരങ്ങൾ ഒന്നും അറിയാതെ വന്ന ലീഗിന്റെ നേതാക്കന്മാർ അവരിത് അംഗീകരിച്ചു എന്ന് വിചാരിക്കുന്നതിൽ രാഷ്ട്രീയമായ ബുദ്ധിമുട്ടുകളുണ്ട്. ലീഗിനുള്ളിൽ, പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാകാതെ UDF യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ മാത്രം തീരുമാനിച്ച് UDF ഇങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുമോ? അങ്ങനെ കരുതാൻ കഴിയുമോ? ലീഗിലെ നേതാക്കന്മാർ അവർ ഇതിന് അംഗീകരിച്ചാൽ പോലും ലീഗിലെ പ്രവർത്തകർ ഇതിന് എത്രമാത്രം അംഗീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗ് പ്രവർത്തകർക്ക്, എനിക്കറിയാവുന്ന എത്രയോ ലീഗ് പ്രവർത്തകരുമായിട്ട് ഞാൻ സംസാരിച്ച്, സാധാരണ നേതാക്കന്മാരും ആയിട്ടൊക്കെ സംസാരിച്ചാണ്, അവർക്കാർക്കും ഇതിനോട് യോജിപ്പില്ല. ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ പറഞ്ഞില്ലേ, നയപരമായിട്ട് ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല, പക്ഷേ നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? മാധുവിടെ പറഞ്ഞതുപോലെ ഇത് 10-20 കൊല്ലത്തേക്ക് നീളുന്ന പദ്ധതിയൊന്നുമില്ല. 2027 അവസാനിക്കുന്ന, കഷ്ടിച്ച് ഒരു കൊല്ലം മാത്രം നിലനിൽക്കുന്ന ഒരു പദ്ധതി. ഇനി അങ്ങോട്ടേക്ക് അത്രയേ ഉള്ളൂ. ആ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, VD സതീശൻ സർക്കാരിന് തലവെട്ടുമോ? ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഈ LDF സർക്കാർ ഇതൊക്കെ ഒപ്പുവെച്ച സമയത്ത് എന്തെല്ലാം പറഞ്ഞു, അത് മുഴുവൻ തിരിച്ചടിക്കുകയാണ്. നേരത്തെ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രശ്നം എന്താണ്? ഒന്നും ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ കേന്ദ്രം പല ഫണ്ടും പിടിച്ചു വെച്ചു, വിദ്യാഭ്യാസ ഫണ്ടുകൾ പിടിച്ചു വെച്ചു. അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വിദ്യാഭ്യാസ ഫണ്ടില്ല, എല്ലാ ഫണ്ടും പിടിച്ചു വെച്ച് ഏത് സർക്കാർ, UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒക്കെ കഴുത്ത് ഞെരിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയില്ല. എനിക്ക് ശ്രീകുമാർ മറുപടി അറിയണമെന്നില്ല, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് നടപ്പാക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇത് ഈ നടപ്പാക്കാൻ തൽക്കാലം ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ അബേൻസ് ആണല്ലോ ഈ സംഗതി. അപ്പോൾ അങ്ങനെയുള്ളത് ആ ഒരു ഇത് ഭരണത്ത് വെച്ചതുപോലെ കിടക്കുന്നൊരു സംഗതി, അത് എന്തുകൊണ്ടാണ് ഇവിടെ നടപ്പാക്കാൻ ഇപ്പം തയ്യാറാവുന്നത്? ഒരു കാര്യമുള്ള സബ് കമ്മിറ്റിയുടെ കാര്യം താങ്കൾ ചോദിച്ചു. സബ് കമ്മിറ്റി വരുന്നതിന് മുമ്പേ തീരുമാനം വേണോ? ഒരു അടുത്ത മാസം ഓണത്തിന് ശേഷം ഞങ്ങളിത് വിപുലീകൃതമായിട്ടുള്ള UDF യോഗം ചേർന്നിട്ട് ഇതെല്ലാം കൂടി അട്ടിമറിക്കാൻ പോകുന്നുണ്ടോ? നടപ്പാക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് എങ്ങനെയാണ് അട്ടിമറിക്കാൻ കഴിയുക? പിന്നെ ഇപ്പോൾ ഉള്ളത് ഒരു കേവിയറ്റ് പോലെ. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ UDF യോഗത്തിൽ അതും ഒന്ന് ആലോചിക്കണം. ശ്രീ എസ് സജീവൻ, ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചേരുന്ന UDF യോഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ UDF യോഗത്തിൽ ഈ തീരുമാനം എടുത്ത് പുറത്തിറക്കി അച്ചടിച്ച അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മൈക്ക് വെച്ച് പറഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന, ഇടിഞ്ഞു വീഴുന്ന എന്ത് ആകാശമാണുള്ളത്? അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നു വയ്ക്കുക, നമ്മൾ ചോദിക്കോ UDFകാർ എന്തുകൊണ്ട്, UDF നേതാക്കന്മാർ എന്തുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തില്ല എന്ന് ചോദിക്കോ? ഞങ്ങൾ സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ റെക്കമെൻഡേഷൻ വരട്ടെ, അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമുക്കാർക്കും തിടുക്കമില്ല PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പാക്കണം എന്നുള്ളത്. നടപ്പാക്കാതിരിക്കുന്നതൊക്കെ സംസ്ഥാന സർക്കാരിന് താല്പര്യമാണ്, അവർക്ക് ചെയ്യാം. പക്ഷേ ഇത് നേരത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യം ഇപ്പോൾ വിഴുങ്ങുന്ന കാര്യമില്ലല്ലോ. ഇവിടെ നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം, അന്ന് നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? കെ മുരളീധരൻ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതല്ല, ഭരണപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യുക എന്ന് പറഞ്ഞ രീതിയിലാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഇവിടുത്തെ ഒരൊറ്റ പ്രശ്നമുള്ളത് PM ശ്രീ, എനിക്ക് തീരെ ബോധ്യപ്പെടാത്തൊരു കാര്യം, PM ശ്രീ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ, അത് ഇന്ന് തീരുമാനിച്ചില്ലെങ്കിൽ ഓണത്തിന് ശേഷമുള്ള UDF വിപുലീകൃത യോഗം ചേരുന്നവരെ കാത്തിരിക്കാൻ വയ്യാത്തൊരു അത്രയും ധൃതി എന്തിനാണ്? ആർക്കും ഒരു കാര്യമില്ലല്ലോ. ഇത് പേറി വന്നാൽ സംസ്ഥാന സർക്കാരിന് ഫണ്ട് തടഞ്ഞ് PM ശ്രീ പദ്ധതിക്കുള്ള ഫണ്ട് കിട്ടില്ലായിരിക്കാം, ബാക്കിയുള്ള ചില ഫണ്ടുകൾ കൂടി തരാതിരുന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യമല്ലാതെ വേറെന്ത് ചെയ്യാം? പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാരിനെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ പിരിച്ചുവിടാൻ കേന്ദ്രത്തിന് കഴിയില്ല.
പിന്നെ അങ്ങനെ വല്ല നടപടി ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് കോടതിയെ സമീപിക്കാം. പരമോന്നത കോടതിയെ സമീപിച്ചതാ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത, നയപരമായിട്ട് ഞങ്ങൾ യോജിക്കാത്ത ഒരു കാര്യം നടപ്പാക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ കോടതി പറയാണ് നിങ്ങൾ നടപ്പാക്കിയേ തീരൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാം, ആളുകളോട് പറഞ്ഞു കേൾക്കാൻ പറ്റും. ഇപ്പോൾ സത്യത്തിൽ ഇത് താങ്കൾ പറഞ്ഞ പോലെ ഇതിന് പിറകിൽ എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ഓഫൻഡായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ സംശയിക്കാവുന്ന പലതും ഇതിന് പിറകിലുണ്ട്. ലീഗിൻ്റെ മൗനം പോലും നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശരി, ശ്രീ വി ആർ അനൂപ് കൂടി നമ്മളോടൊപ്പം ചർച്ചയിലുണ്ട്. ശ്രീ വി ആർ അനൂപ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്, നമ്മൾ ഈ വിഷയവുമല്ല ചർച്ച ചെയ്യേണ്ടിയിരുന്നത്, വി ഡി സതീശന്റെ പുനർജനിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ രാഷ്ട്രീയ തീരുമാനത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ പ്രസ്താവനയും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളുമാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. മറ്റൊരു കോൺഗ്രസ് പ്രതിനിധിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. PMC വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടായതുകൊണ്ട് ആ പ്രതിനിധി പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് അഡ്വക്കേറ്റ് വി ആർ അനൂപ് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തത്. കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടുന്ന കാര്യവുമാണ്. പക്ഷേ ശ്രീ വി ആർ അനൂപ്, ഈ എന്തു പറഞ്ഞു ന്യായീകരിക്കുമെന്നുള്ളതാണ്. വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നു, പക്ഷേ സ്വാഭാവികമായി ഉണ്ടാകുന്ന കുറേ വിമർശനങ്ങളുണ്ടല്ലോ. വേണ്ട, ഈ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ തന്നെ, കോൺഗ്രസ് തന്നെ എടുത്ത നിലപാടുകളുണ്ടല്ലോ, അതിനെ എങ്ങനെ ന്യായീകരിക്കും? അത് ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ 7:30 മുതൽ മറ്റൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് മുൻകൂട്ടി ഏറ്റിരുന്നതാണ്. അതിന്റെ ഇടയിൽ നിങ്ങളുടെ പ്രതിനിധി വിളിച്ചപ്പോൾ ഇതിനു വേണ്ടി വന്നതാണ്. അപ്പൊ ചർച്ചയുടെ ഇടയിൽ ഈ വിഷയം കാരണം ഇറങ്ങിപ്പോയി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് 7:30 മുതൽ ചർച്ച ഉള്ളതുകൊണ്ട് തീർച്ചയായും മുൻകൂട്ടി കമ്മിറ്റ് ചെയ്ത ചർച്ചയായതുകൊണ്ട് അവിടേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ ഈ വിഷയം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ പിണറായി ഭരണകാലത്ത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിരന്തരം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചയിലെടുത്ത പൊതു സമീപനമുണ്ട്. PMC എന്ന് പറയുന്നത് ഒരു സംഘപരിവാർ പ്രൊജക്ട് ആണ്, അത് കേരളത്തിനകത്ത് നടപ്പിലാക്കപ്പെടരുത് എന്ന് രാഷ്ട്രീയമായി കോൺഗ്രസ് ഒരു കക്ഷി എന്നുള്ള നിലയിലും UDF ഉന്നയിച്ച ഒന്നാണ്. ആ രാഷ്ട്രീയത്തെ തള്ളി പറയേണ്ട ഒരു സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. പക്ഷെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റീവായ ഡിസിഷനാണ്. അത് ബന്ധപ്പെട്ട ആളുകൾ അത് വിശദീകരിച്ചു. ഈ പറയുന്ന MOU ഒപ്പിട്ടൽ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റാത്ത അതിന്റെ സാങ്കേതികത്വം അതാത് ബന്ധപ്പെട്ട ആളുകളാണ് വിശദീകരിച്ചത്. അവർ ഇനിയും അത് വിശദീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. ഞങ്ങൾ ഇന്നലകളിൽ ഉന്നയിച്ച രാഷ്ട്രീയമായ ഉള്ളടക്കത്തെ നിരാകരിക്കേണ്ട, നിഷേധിക്കേണ്ട, തള്ളിപ്പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തിട്ടില്ല. പക്ഷേ ഈ ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവായ തീരുമാനം എടുക്കുന്നത് ഗവൺമെന്റ് ആണ്. അതിന് അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ ന്യായീകരണം ഉണ്ടായിരിക്കും. പക്ഷേ അഡ്വക്കേറ്റ് വി ആർ അനൂപ്, അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഭരണപരമായ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. തീരുമാനമുണ്ടായിരിക്കുന്നത് UDF യോഗത്തിലാണ്. അത് രാഷ്ട്രീയ തീരുമാനമാണ്. അഡ്വക്കേറ്റ് വി ആർ അനൂപ്, തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞത് മുൻകാലങ്ങളിൽ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങളെ ഞങ്ങൾ റദ്ദ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. മാധു അടക്കമുള്ള ആളുകൾ നയിച്ച ചർച്ചയിൽ ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രതിനിധികൾ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊരു സംഘപരിവാർ പ്രൊജക്ട് ആണ്, ഇത് നടപ്പിലാക്കപ്പെടരുത്, പിണറായി വിജയൻ ഗവൺമെന്റ് ഇത് നടപ്പിലാക്കപ്പെടാനുള്ള നീക്കം എന്ന് പറയുന്നത് ഒരു സംഘപരിവാറിന് കീഴടങ്ങലാണ് എന്ന് പറഞ്ഞ ആളുകളാണ്. ഒപ്പുവെച്ചതിന് ശേഷവും നിങ്ങളുടെ നിലപാട് അത് തന്നെയായിരുന്നു. ഒപ്പുവെച്ചതിന് ശേഷവും അതിൽ നിന്ന് പിന്മാറണം എന്നുള്ള നിലപാട് തന്നെയാണ് നിങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞത്. അപ്പോൾ അതിലൊരു സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ പേരിൽ തന്നെയായിരിക്കുമല്ലോ. പിന്നെ എന്തിനാണ് ഈ ധൃതി പിടിച്ചുള്ള തീരുമാനം എന്നാണ് നിങ്ങൾ മനസ്സിലാകുന്നത്? ഇപ്പോൾ അതൊരു ഉപസമിതിക്ക് വിട്ടു എന്ന് നമുക്ക് ആദ്യം മനസ്സിലായി. അത് വിശദീകരിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം തീർത്തും ഭരണപരമാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഭരണപരമായ കാര്യമെന്ന് അത് വിശദീകരിക്കപ്പെടും. ഭരണപരമായി അത് ഒപ്പിടാൻ കഴിയാത്ത ഒരു നിസ്സഹായ സാഹചര്യം ഉണ്ട് എന്നാണ് അതിനെ അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് പറയുന്ന. എനിക്ക് അങ്ങേ ബുദ്ധിമുട്ടിക്കുന്നതിൽ വലിയ മനസ്താപവും മനസാക്ഷിക്കുത്തുമുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ അത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഭരണപരമാണ് എങ്കിൽ അതിൽ ഉപസമിതി റിപ്പോർട്ട് വരണം. അഡ്വക്കേറ്റ് വി ആർ അനൂപ്, അങ്ങേക്കും അറിയാവുന്നതാണ്. ഭരണപരമായി ഇപ്പോൾ ഏറ്റവും അവസാനം എടുത്ത തീരുമാനം ഉപസമിതിയെ രൂപീകരിച്ചിരിക്കുന്നു, അവരുടെ തീരുമാനം വരട്ടെ എന്നുള്ളതാണ്. ഉപസമിതി തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് കേരളത്തിന് മുഖ്യമന്ത്രി അടക്കം പറയുകയും ചെയ്തത്. ഉപസമിതി റിപ്പോർട്ട് വന്നിട്ടില്ല സാർ. പിന്നീട് തീരുമാനമെടുക്കുന്നതും ഈ പറയുന്ന ഏതെങ്കിലും സർക്കാർ ഉത്തരവിന്റെ ഭാഗമായിട്ടല്ല.
UDF ചേർന്നാണ്. അതിനെ ഭരണപരമായ പ്രതിസന്ധിയെന്നോ ഭരണപരമായ ആവശ്യകതയെന്നോ ഭരണപരമായ അനിവാര്യതയെന്നോ പറയാൻ കഴിയില്ല. അത് രാഷ്ട്രീയ തീരുമാനമാണ്, അത് നയപരമായ തീരുമാനമാണ്, അതെടുത്തിരിക്കുന്നത് UDF-ലാണ്. തീർച്ചയായും ഇതിന്റെ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വിശദീകരിക്കാൻ കഴിയുക അതിന്റെ രാഷ്ട്രീയമാണ്. ഭരണപരമായ കാര്യങ്ങൾ തീർച്ചയായും അത് വിശദീകരിക്കേണ്ടത് ഈ പറയുന്ന വിശദീകരിച്ചിട്ടുള്ളത് കൃത്യമായി ഭരണ നേതൃത്വമാണ്. ആ അർത്ഥത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങക്ക് ബോധ്യമാകുന്ന വിശദീകരണമാണോ? എന്നോട് ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനും അദ്ദേഹം ഗൂഗിൾ മീറ്റിലാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ ചേർന്നിരിക്കുന്നത്. അദ്ദേഹം 7:30 മറ്റൊരു ചർച്ചയിൽ ഇരിക്കേണ്ടതുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സവിശേഷമായൊരു സാഹചര്യമായിരുന്നു. കോൺഗ്രസിന്റെ തന്നെ പാനലിസ്റ്റിന് പിന്മാറേണ്ടി വന്നു ഈ തീരുമാനത്തിൽ എന്നുള്ളതാണ്. സ്വാഭാവികമായും അഡ്വക്കേറ്റ് വി ആർ അനൂപ് ചൂണ്ടിക്കാണിച്ചതുപോലെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. എങ്ങനെ വിശദീകരിക്കണം എന്നതാണ് എല്ലാവരും നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി പറഞ്ഞൊന്നുമല്ല UDF കൺവീനറും വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇടവേളയെടുക്കുകയാണ്, തിരിച്ചു വരാം. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഒരു കോൺഗ്രസ് പ്രതിനിധിക്ക് ഒരു വിഷയം വിശദീകരിക്കാൻ ഉണ്ടാകുന്ന പരിമിതി എത്രയാണ് എന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അഡ്വക്കേറ്റ് വി ആർ അനൂപ് സംസാരിക്കുന്ന സമയത്ത്. ഇത് സാധാരണഗതിയിൽ പറഞ്ഞ വാക്ക് എന്ന ഒരു കാര്യം ഓർമ്മയുടെ എവിടെയെങ്കിലുമുള്ള മനുഷ്യർക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഓർമ്മയിൽ ഇല്ലാത്തവർക്ക് ഭരണസാരഥ്യം കിട്ടുന്ന സമയത്ത് സുഗമമായതിനെ വിശദീകരിക്കാനും സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഒഫീഷ്യൽ പ്രതിനിധി തന്നെയാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഭരണപരമായിട്ടുള്ള തീരുമാനം, അതിൻ്റെ വേണ്ടിയിട്ടുള്ളൊരു നിസ്സഹായ സാഹചര്യം എന്നെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു ഇത് ശരിക്കും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. UDF-ന്റെ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. നമുക്കറിയാം UDF-ന്റെ എടുക്കുന്ന തീരുമാനമാണ് ഗവൺമെന്റ് നടപ്പാക്കുക, അതാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ നടപ്പാക്കാൻ തീരുമാനിച്ചു, എല്ലാ തരത്തിലും കേന്ദ്ര ഗവൺമെന്റിന് കീഴടങ്ങാൻ തീരുമാനിച്ചു. നേരത്തെ പല ചർച്ചകളിലും പറഞ്ഞു എന്നതുകൊണ്ട് അവർ അതിൻ്റെതായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടു. ഞാൻ അതിനെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. എന്താണ് ഈ നിസ്സഹായ സാഹചര്യം? അത് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്, UDF നേതാക്കന്മാരുണ്ട്. ആ നിസ്സഹായ സാഹചര്യം എന്ന് പറയുന്നത് RSSന്റെ ഇംഗിതം നടപ്പാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. രണ്ടുപേരുടെയും നയം ഒന്നാണ് എന്നതാണ്. ഇപ്പൊ പലതവണ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? PM ശ്രീ നടപ്പാക്കി കഴിഞ്ഞു, ഫണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്ന തരത്തിൽ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച് നമ്മൾ കണ്ടില്ലേ? ഇപ്പോ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസെല്ലാം തീർന്നു, സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു എന്നടക്കം ഒരു മുഖ്യമന്ത്രിയാണ് പച്ചയായ നുണ പറയുന്നത്. ഇത്രയും വലിയ സഹായവൃന്ദങ്ങൾ കൂടെയുണ്ടല്ലോ, എല്ലാ തരത്തിലും അസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ഉദ്യോഗസ്ഥ മേധാവിത്വം ഉള്ളവർ കൂടെയുണ്ട്. എന്നിട്ടാണ് ഇത്തരത്തിൽ പച്ചയായ നുണ പറഞ്ഞ് നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആവർത്തിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ നിസ്സഹായ സാഹചര്യം? എന്താണ് ഈ അനിവാര്യത? അവർ തന്നെ പറഞ്ഞത് ഇതെങ്ങനെ നടപ്പാക്കാതിരിക്കാൻ കഴിയും, എഗ്രിമെന്റ് വച്ചതിന് ശേഷം പിന്നോട്ട് പോകാൻ എങ്ങനെ പറ്റും എന്നതിനെ കുറിച്ച് മന്ത്രിമാർ പഠിക്കട്ടെ. ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ UDF ഇത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ്? പണ്ട് പഞ്ചാബ് ഇങ്ങനെ ഒപ്പിട്ടു 2022 ഒക്ടോബറിൽ. പിന്നെ വന്ന ജൂലൈ മാസത്തിൽ അവർ പിന്മാറി. പഞ്ചാബ് ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ ഒപ്പിട്ടത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ 3 സംസ്ഥാനങ്ങളാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട അവരുടെ, അതായത് കേന്ദ്ര സ്കൂളുകളല്ലാതെ സംസ്ഥാനത്തിന്റെ അണ്ടറിലുള്ള സ്കൂളുകളിൽ ഒന്നും നടപ്പിലാക്കാതിരുന്നത്. ഒന്ന് തമിഴ്നാടാണ്, ഒന്ന് കേരളമാണ്, ഒന്ന് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായി. ആ ജബി മേത്തർക്ക് കൊടുത്ത മറുപടിയിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് അവിടെ ഏറ്റവും ഒടുവിൽ അനുകൂലമായ PM ശ്രീക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നു എന്നത്. തമിഴ്നാട് ഇപ്പോഴും ആ നിലപാടിൽ നിന്ന് മാറ്റിയിട്ടില്ല. പക്ഷെ കേരളത്തിൽ എങ്ങനെയാണോ പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലേറിയത് അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് സമാനമായ മാറ്റം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ആശ്ചര്യപ്പെടുത്തുന്ന മാറ്റം എന്ന് പറയുന്നത് ഇവിടെ BJP അധികാരത്തിലേറിയിട്ടില്ല, പകരം കോൺഗ്രസ് ആണ് എന്നതാണ്. തീർച്ചയായും 3 സീറ്റ് കിട്ടിയാൽ എങ്ങനെ BJPക്ക് കേരളം ഭരിക്കാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ കേരളം മാറിയില്ലേ? ഇപ്പോ ആദ്യം ഞാൻ സൂചിപ്പിച്ചു PN നിയാസിന്റെ അദ്ദേഹത്തിന്റെ ഒരു കമന്റ്. അതേപോലെ തന്നെ BJPയുടെ നേതാക്കന്മാരെല്ലാം വളരെ സന്തുഷ്ടരാണ്. ഒന്ന് കാണാൻ അനുവാദം കിട്ടാതെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് തിരുവനന്തപുരത്തൂടെ അലയുമ്പോ
ഒന്ന് മുഖം കാണിക്കാൻ പോലും അനുവാദം കിട്ടാതെ KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടേറിയറ്റിലൂടെ അലയുമ്പോഴാണ് RV ബാബുവും അതുപോലെ ശശികലയും അടക്കമുള്ള നേതാക്കന്മാർക്ക് വലിയ തരത്തിൽ കാണാനും സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും കിട്ടുന്ന അനുവാദം നമ്മൾ കണ്ടു. അതുപോലെ അടുത്ത കാലത്തെടുത്ത നിരവധി തീരുമാനങ്ങൾ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സെനറ്റ് മെമ്പർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരക്ഷരം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈ നയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ചാൻസലർക്കെതിരെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാം, നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അക്ഷരം കേന്ദ്ര ഗവൺമെന്റിനെതിരെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഡൽഹിയിലടക്കം സമരം നടത്തുകയും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടക്കുന്നതും കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ട ഒരു വാക്കെങ്കിലും പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. എന്നിട്ട് എന്താ പറഞ്ഞേ? കേന്ദ്രവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളില്ല, ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലിന് ഞങ്ങളില്ല എന്ന് എത്ര തവണയാണ് ആവർത്തിച്ചത്? ഏറ്റുമുട്ടണമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ പറയേണ്ട അഭിപ്രായം കൃത്യമായിട്ട് പറയണ്ടേ? കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ കണ്ടല്ലോ, ഒരു ആഭ്യന്തരമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പ്രഖ്യാപിക്കുകയാണ്, വിജിലൻസ് ഇത് ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു എന്നതടക്കമുള്ള ഇതുവരെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ നമ്മൾ കാണുകയാണ്. ഇത് എങ്ങോട്ടാണ്? 70 ദിവസത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള യൂട്ടേണുകൾ, എത്രയോ യൂട്ടേണുകൾ നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അത് മദ്യനയമാണെങ്കിലും അതുപോലെ തന്നെ PM ശ്രീ ആണെങ്കിലും അതുപോലെ തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും എത്രയോ എടുത്ത നിലപാടുകൾ RSSന്റെ മുന്നിൽ പണയം വയ്ക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് RSSന്റെ ഒരു പ്രസ്താവനയില്ല, കോൺഗ്രസ് BJP നേതാക്കന്മാർക്ക് ഒരു പത്രസമ്മേളനം ഇല്ല. കാരണം അവർ ആഗ്രഹിക്കുന്നത് നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റ് വന്നിരിക്കുന്നു. അവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്, അവർ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് കൃത്യമായിട്ട് നടപ്പാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് മറുപടി പറഞ്ഞേ പറ്റൂ. എന്താണ് ഈ അനിവാര്യത? ഇങ്ങനെ ഒരു വിഷയത്തിന് മറുപടി പറയാനുള്ള തയ്യാറെടുപ്പോട് കൂടിയും മറുപടി പറയേണ്ടി വരുമെന്ന ഉറപ്പോട് കൂടിയും തന്നെയായിരിക്കും ഈ തീരുമാനം സ്വാഭാവികമായും എടുത്തിട്ടുണ്ടാവുക. ആ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം VD സതീശൻ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ ഈ ഘട്ടത്തിൽ വിചാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് പറയണമെന്ന് തോന്നുമ്പോൾ ഒരു പക്ഷേ അടുത്ത ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷമൊക്കെ അദ്ദേഹം സംസാരിക്കുമായിരിക്കും. അതുവരെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഒഴിഞ്ഞു പോകാനും സാധ്യതയും ഉണ്ടായിരിക്കും. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പം ശ്രീ A സജീവൻ അടക്കം ചോദിച്ചൊരു കാര്യമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ പോട്ടെ, നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു, നടപ്പിലാക്കിയില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിന് വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണ്? പണം കിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതിപ്പോ 2022 മുതൽ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ നിർബന്ധ ബുദ്ധി കാണിക്കുന്നുണ്ട്. 2022 മുതൽ ഇങ്ങോട്ട് നമ്മളത് നടപ്പിലാക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോയിട്ടില്ല. നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചല്ലോ, ശരിയാണ്, സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് നിലപാടല്ലേ വലുത്. അപ്പോ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചില്ലെങ്കിൽ എന്തു ചെയ്തു കളയും കേന്ദ്രം നമ്മളെ? നോക്കൂ ശ്രീമതി മാധു, ഇതൊരു അക്കാഡമിക് വിഷയമാണ്. അപ്പോൾ CPMൻ്റെ പ്രതിനിധി ഒരു അക്കാഡമിക്കായിട്ട് ഇതിനെ കാണുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം ഈ ബ്രാഞ്ച് യോഗത്തിൽ പോലും ഇപ്പോൾ പ്രവർത്തകർ വിശ്വസിക്കാൻ പറ്റാത്ത അർത്ഥസത്യങ്ങളൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് PM ശ്രീ പദ്ധതി ഒപ്പിട്ട ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറയാണ് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല, അത് ഇവർക്ക് യാതൊരു ഉത്തരവുമില്ല, അവർ അത് കേട്ട ഭാഗം നടിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നയപരമായി തെരഞ്ഞെടുപ്പ് കാലത്ത് എതിർത്തൊരു സംഗതി ഭരണത്തിലെത്തിയപ്പോൾ ഭരണപരമായി നടപ്പാക്കേണ്ട ഒരു ബാധ്യത വരുമ്പോൾ അക്കാര്യത്തിൽ UDFൽ ഒരു പച്ചക്കൊടി കാണിക്കുന്നു. അതിനുശേഷം ചേരുന്ന വിപുലീകൃത UDF യോഗവും മന്ത്രിസഭാ യോഗവും കഴിഞ്ഞ് മുൻ മുഖ്യമന്ത്രിയെ പോലെ അല്ലല്ലോ, എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച വാർത്താലേഖകരെ കാണുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താതെ മുന്നോട്ട് പോകാൻ VD സതീശൻ മന്ത്രിസഭയ്ക്ക് കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് തോന്നുമ്പോൾ ശരിയാണ്, നിങ്ങൾ മലക്കം മറിഞ്ഞില്ലേ എന്ന് തോന്നും, ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ പറയുമ്പോൾ നേരത്തെ ശ്രീ MV ഗോവിന്ദൻ മാഷ് വളരെ അക്കാഡമിക്കായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളം ഭരിക്കുന്നത് മുന്നണി മന്ത്രിസഭയാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനങ്ങളും അവരുടെ നയങ്ങളും ഒന്നും നടപ്പാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒപ്പിടുമ്പോൾ കേന്ദ്രം ഭരിച്ചത് നരേന്ദ്രമോദി അമിത്ഷായുമാണ്. അന്ന് ഇവർക്ക് തോന്നിയില്ല കേന്ദ്രം ഭരിച്ചപ്പോൾ ഇത് ഒപ്പിട്ടാൽ അത് RSSന് കീഴടങ്ങലാകുമെന്ന്. ശ്രീ അരുൺകുമാറിൻ്റെ പാർട്ടിക്ക് തോന്നി, പക്ഷേ ശ്രീ അരുൺകുമാറിന് ഇപ്പോഴും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും അവരുടെ അവലോകന യോഗത്തിൽ കുറേ കുമ്പസാരം നടത്തിയല്ലോ. ഇന്ന് AN ഷംസീർ ഇന്നലെ മലപ്പുറത്തോ മിനിയാന്നോ പ്രസംഗിച്ചപ്പോൾ കുറേ കുമ്പസാരം നടത്തിയല്ലോ. അങ്ങനെ കുമ്പസാരിച്ച് പോകുന്ന ഒരു പാർട്ടിയേക്കാൾ എത്രയോ ഭേദമാണ് ഒരു തീരുമാനം വരുമ്പോൾ ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തിരുത്തുക. അത് അവിടെയാണ് കാണേണ്ടത്. പിന്നെ മറ്റൊരു വിഷയം, നമുക്ക് കാണാം.
ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ആദ്യത്തെ പഠനം. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പദ്ധതിയിൽ സർക്കാർ പിന്മാറാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ശ്രീകുമാർ, പി കെ നവാസിന്റെ, അതായത് UDFന്റെ ഘടകകക്ഷിയായ ലീഗിന്റെ MLA-യുടെ പ്രതികരണം വന്നിരിക്കുന്നത് മുൻപ് LDF ഒപ്പുവെച്ച സമയത്തല്ല, അദ്ദേഹം MLA ആയതിനു ശേഷം ഉപസമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള പ്രതികരണമാണ്. ഈ ഉപസമിതി രൂപീകരിച്ചത് ഇതെങ്ങനെ നടപ്പിലാക്കാതിരിക്കാം എന്നു പഠിക്കാനാണ് എന്നാണ് നിങ്ങൾ ലീഗുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അതനുസരിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായും ഒരു സഖ്യകക്ഷി നേതാവ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് അവരെയൊക്കെ നോക്കുകുത്തിയായി അവരടക്കം, ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ UDF യോഗത്തിലെടുത്ത തീരുമാനമായതുകൊണ്ട് ലീഗിന്റെ കൂടി തീരുമാനപ്രകാരം ഉണ്ടായതാണ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ സഖ്യകക്ഷികളുമായി മുൻപ് നടത്തിയ ആശയവിനിമയങ്ങൾ, നിങ്ങൾ LDF-നെതിരെ വിരൽ ചൂണ്ടിയ വിമർശനങ്ങൾ, നിങ്ങൾ അന്ന് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് LDF ഒപ്പുവെച്ചതിന് ശേഷം അവരോട് നടത്തിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടത്തിയ പ്രചാരണങ്ങൾ, ഒപ്പുവെച്ചതിന് ശേഷവും പിന്നോട്ട് പോകാം എന്ന് പറഞ്ഞു നടത്തിയ വാർത്താ സമ്മേളനങ്ങളെല്ലാം നിങ്ങൾ മറന്നിരിക്കുന്നു. അല്ല, മറന്നതല്ല ശ്രീമതി മധു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നയപരമായി ഇപ്പോഴും എതിർപ്പാണ്. AICC-യിൽ ഒരു തീരുമാനം വരണമല്ലോ. ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞു, KC വേണുഗോപാൽ ചോദിച്ചു കേരളം BJP ആണോ ഭരിക്കുന്നത്, അങ്ങനെയാണോ അദ്ദേഹം ചോദിച്ചത്? അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് അത് വളച്ചൊടിച്ചത്. കേരളം BJP അല്ലല്ലോ കേരളം ഭരിക്കുന്നത്, ഇതൊക്കെ നടപ്പാക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വളച്ചൊടിക്കലാണ്, നടന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വന്ന ഒന്ന് പൂർത്തിയായിട്ട് ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. എനിക്കിതിൽ ഞാൻ ഒരു കോൺഗ്രസ് സഹയാത്രിക മാത്രമല്ല, അല്ലാണ്ട് അവരുടെ പാർട്ടിയുടെ നയം വിശദീകരിക്കേണ്ട ഒരാളല്ല. ഞാൻ കൃത്യമായിട്ട് ഞാൻ ഗവൺമെൻറ്റിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച്, ഇന്ന് കിട്ടിയ വിവരമനുസരിച്ച്, നിങ്ങൾ വൈകുന്നേരം എന്നെ ഈ വിഷയം മാറ്റിയപ്പോൾ പറഞ്ഞ വിവരമനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി, അത് പറഞ്ഞ് പെട്ടെന്ന് തീർക്കാം. വിഴിഞ്ഞം പദ്ധതി കാര്യത്തിൽ CPM എന്താ പറഞ്ഞ അഴിമതി, VD സതീശന്റെ കാര്യത്തിലും അഴിമതി നടത്തി, ഓഹരി കൈമാറ്റം ഗവൺമെന്റ് അഴിമതി നടത്തുന്നു. EP ജയരാജൻ എന്താ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞവർ അത് പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നില്ല. അത് ശ്രീമതി ടീച്ചറാണെങ്കിലും ശൈലജ ടീച്ചറാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ CPM പറഞ്ഞ് തന്നെ തള്ളിപ്പൊളഞ്ഞല്ലോ. അത് അവരുടെ രാഷ്ട്രീയം അതോടെ നിന്നോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ മറ്റൊരു വിഷയം എന്താ വെച്ചാൽ, ഇവർ RSS-ന് കീഴടങ്ങി RSS ആണ് ഭരിക്കുന്നത്, അജണ്ട നടപ്പാക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ ഇന്നലത്തെ മിനിങ്ങാന്തത്തെ ദേശീയ കേന്ദ്ര കമ്മിറ്റിയുടെ കുമ്പസാരം എന്താണ്? യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന പമ്പാ സംഗമത്തിൽ വായിച്ച തെറ്റാണെന്നല്ലേ? അപ്പൊ അന്ന് ആലോചിച്ചില്ല ഇത് കുമ്പസാരം ഇങ്ങനെ നടത്തേണ്ടി വരുമെന്ന് ആലോചിച്ചില്ല. കാരണം എന്താ? വീണ്ടും ഭരിക്കുന്നവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ ആ കുമ്പസാരം അവിടെ നിൽക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ശ്രീമതി മാധു ഇപ്പോൾ കേൾപ്പിച്ച നവാസ്, UDF-ലെ തന്നെ കോൺഗ്രസിനും ലീഗിൻ്റെ യുവ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായം കാണും. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് വിപുലീകൃത യോഗത്തിന് ശേഷം എന്തിനാ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. ഉപസമിതി രൂപീകരിച്ചത് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള മാർഗം എന്താ എന്ന് പരിശോധിക്കാനാണ് എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു UDF-ന്റെ തീരുമാനം എന്നതാണല്ലോ അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് ആ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യം എന്താണ്? അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് ശരിയാണ്. അത് PK നവാസ് പറഞ്ഞ ഈ ഉപസമിതി LDF-ന്റെ നയമോ BJP-യുടെ നയമോ നടപ്പാക്കാൻ UDF-ന് ആഗ്രഹം ഉണ്ടാകില്ല. ആ തർക്കമില്ലാത്ത കാര്യമാണല്ലോ, യാതൊരു സംശയമില്ലല്ലോ. നിങ്ങൾക്കിടയിൽ തന്നെ തർക്കമുണ്ട്, എനിക്കിതിൽ തർക്കിക്കേണ്ട ആവശ്യവുമില്ല. അല്ല പറയാം. അല്ല മധു, അതല്ല ശ്രീമതി മധു, ഞാൻ പറഞ്ഞു നോക്കും. അതായത് ADGP വിഷയത്തിൽ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ നടപ്പാക്കി പറഞ്ഞുകൊണ്ടിരുന്നത്? അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു. അന്ന് VD സതീശൻ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കൂ, 2 ദിവസം ക്ഷമിക്കൂ. ഇത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മറുപടി പറയും. അതായത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് പറ്റില്ല. കാരണം AICC-ക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ടാണ് എല്ലായിടത്തും ഭരിക്കുന്നതും. കോൺഗ്രസ് ഭരിക്കുമ്പോൾ PMC നടപ്പാക്കിയാലും ഇല്ലെങ്കിലൊക്കെ ഉള്ളത്. അതിൽ നിന്നും മാറാൻ കേരളത്തിലെ കോൺഗ്രസ് പറ്റില്ല. പിന്നെ നവാസിന്റെ AICC-യുടെ നിലപാട് എന്താ വെച്ചാൽ PMC പദ്ധതി നടപ്പാക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് പദ്ധതി. നടപ്പാക്കിയപ്പോൾ അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അതായത് മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഇവരൊക്കെ തന്നെ മുമ്പ് പറഞ്ഞാണല്ലോ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കിയപ്പോൾ അവരെടുത്ത ചില നയങ്ങളും സമീപനവും ഉണ്ട് ഈ പാഠ്യപദ്ധതിയെക്കുറിച്ച്. പ്രധാനപ്പെട്ട കാര്യം എന്താ? സാമ്പത്തിക ഇടപാട് മാത്രമല്ല, അതായത് നയപരമായ കാര്യമാണ്, രാഷ്ട്രീയമായ ഒരു അജണ്ടയുണ്ട് ഇതിൽ. ആ അജണ്ട UDF അംഗീകരിക്കുന്നു, അവിടെയാണ് വിഷയം. ആ അജണ്ട PMC പദ്ധതി പിണറായി വിജയൻ ഒപ്പിട്ടത് RSS-ന്റെ അജണ്ട അംഗീകരിക്കുന്ന അടിയിൽ ഒപ്പിട്ട് കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ അത് അക്കാഡമിക് അല്ല.
അത് അതുപോലെ തന്നെ അങ്ങ് പറയില്ലായിരിക്കും, പക്ഷേ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് പറഞ്ഞിട്ടുണ്ടാകില്ല, പക്ഷേ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാം. AICC ജനറൽ സെക്രട്ടറി alleges that CPM is deviating from its professed principle by supporting the PM Shri scheme. കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് സാർ. അല്ലല്ല, അത് ഞാൻ പറഞ്ഞ ശ്രീമതി മാധു, ഞാൻ ആദ്യം പറഞ്ഞത് മാധു മറക്കരുത്. അതായത് നയപരമായ കാര്യത്തിൽ ഇതിനെതിരാണ്. അല്ല, പിണറായി വിജയൻ ഒപ്പുവെച്ചത് ആ തീരുമാനപ്രകാരമാണെന്ന് അങ്ങ് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങ് പറയില്ലായിരിക്കും, പക്ഷേ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല കെ സി വേണുഗോപാൽ അതിനുശേഷവും പറഞ്ഞിട്ടുണ്ട്. നാളെയും അദ്ദേഹം കേരളത്തിൽ വരുമല്ലോ. അതായത് ഇതൊന്നും ഒളിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ ശ്രീമതി മാധു? ഇതൊക്കെ എങ്ങനെയാ നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റും? നടപ്പിലാക്കാൻ പോവുകയാണ്. തുറന്നു പറഞ്ഞല്ലോ, UDF യോഗം ചേർന്ന് തുറന്നു പറഞ്ഞു ഞങ്ങൾ ഇത് നടപ്പിലാക്കാൻ പോവുകയാണ്. ആയിട്ടില്ല, അങ്ങനല്ല പ്ലീസ് അങ്ങനല്ല. അതായത് UDFന്റെ PM Shri പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഇന്നത്തെ UDFന്റെ നിലപാടാണ് മറ്റേ അടൂർ പ്രകാശ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞത്. അതിനുശേഷം അടുത്ത വിപുലീകരണ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു നയരൂപീകരണം കൃത്യമായി ഉണ്ടാവുകയും സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യും. തുടർന്നുള്ള മന്ത്രിസഭാ യോഗം നിസ്സാരമല്ല, വളരെ പ്രധാനപ്പെട്ടതാ. കാരണം കോൺഗ്രസ് UDFന്റെ മന്ത്രിസഭാ യോഗം എന്ന് പറഞ്ഞാൽ UDFന്റെ മന്ത്രിസഭാ യോഗമാണ്, അല്ലാണ്ട് CPMന്റെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷി തീരുമാനിക്കുന്നതല്ല. മന്ത്രിമാർ അറിയാത്ത വിഷയമാണല്ലോ PM Shri പദ്ധതി നടപ്പാക്കിയത്. CPI അറിഞ്ഞില്ലെന്ന് അവർ കൃത്യമായി പറഞ്ഞില്ലേ? ഘടകകക്ഷികൾ ആരും അറിയാതാണല്ലോ ഒപ്പിട്ടത്. അതൊന്നും സംഭവിക്കില്ല UDFല്. ശ്രീ അരുൺകുമാർ ഇതൊക്കെ പറയുമ്പോൾ 2 മാസം മുമ്പ് തീരുമാനമാണ്. ഇല്ലാത്ത ആരോപണത്തിന് ഇവിടെ അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഘടകകക്ഷികൾ അറിഞ്ഞില്ല എന്നൊരു ആരോപണം ഈ കാര്യത്തിൽ UDFന് ഒരിക്കലും കേൾക്കേണ്ടി വരില്ല. കാരണം UDF യോഗത്തിലത്തെ തീരുമാനമാണ് എന്നതുകൊണ്ട്. UDF യോഗത്തിലല്ലേ? ഞാൻ പറഞ്ഞ അതല്ല പ്ലീസ്, ഞാൻ പറഞ്ഞ UDFന്റെ ഘടകകക്ഷികളുടെ കാര്യമല്ല, LDF ഘടകകക്ഷികളുടെ കാര്യമാണ്. അങ്ങനെ വലിയ തെറ്റുണ്ടായി എന്ന് നിങ്ങൾ വിമർശിച്ചു. എന്നിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി ഇപ്പൊ LDF ആ തീരുമാനം എടുത്തപ്പോൾ എതിർക്കാൻ ഒരു CPI എങ്കിലും ഉണ്ടായിരുന്നു. UDF ആ തീരുമാനം എടുക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ്. മാത്രമല്ല ഈ പറയുന്ന കരിക്കുലവുമായി ബന്ധപ്പെട്ടോ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ എന്തോ ചെയ്തു കളയുമെന്ന് കേന്ദ്രത്തിൽ നിന്ന് യാതൊരു ഉറപ്പും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി അങ്ങനെ ഒരു ഉറപ്പിന്റെ ആവശ്യമില്ല. കാരണം MOUവിൽ തന്നെ പറയുന്നത് സ്റ്റേറ്റ് ഫ്ലേവേഴ്സ് അനുസരിച്ച് കരിക്കുലം തീരുമാനിക്കാമെന്നുള്ളത്. അതുകൊണ്ട് അതിന്റെയും ആവശ്യമില്ല. അതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടലായിരുന്നു. നോക്കൂ ശ്രീമതി മാധു, ഏകപക്ഷീയമായിട്ടല്ല പോയത്. UDF തീരുമാനിക്കുക വെച്ചാൽ ഏകപക്ഷീയമല്ല, ഏകപക്ഷീയമല്ല എന്നാണ് സാർ ഞാനും പറഞ്ഞത്. അത് അപ്പുറത്ത് നടക്കാത്തതാണ് അവരുടെ ഏകപക്ഷീയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പറയട്ടെ, അതായത് LDF ഏകപക്ഷീയം. നോക്കൂ ശ്രീമതി മാധു, ഞാൻ പറയട്ടെ, LDF ഏകപക്ഷീയമായി നടപ്പാക്കിയത് കൊണ്ടാണ് അവർക്കിത് വലിയ പ്രശ്നമായി മാറിയത്. നേരെ മറിച്ച് LDFൽ അന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ വിഷയം നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നില്ല. കോൺഗ്രസിന് എതിർപ്പില്ലായിരുന്നു പറഞ്ഞത്. ഇത് മുഖ്യമന്ത്രി അറിയിക്കാത്ത വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിന് പ്രശ്നമില്ലായിരുന്നോ? അല്ല, അത് കോൺഗ്രസിന് എതിർപ്പുണ്ട്, നയപരമായ എതിർപ്പുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ കോൺഗ്രസിനെ UDFനെ വിമർശിക്കാം, പക്ഷെ നിങ്ങൾ കാത്തിരിക്കൂ. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന മന്ത്രിസഭാ യോഗം വരെ കാത്തിരിക്കുക. അതിന് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം വരെ കാത്തിരിക്കുക. മുഖ്യമന്ത്രി ഒളിച്ചോടുന്ന മുഖ്യമന്ത്രി അല്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. ഞാനത് ആവർത്തിച്ച് പറയാത്ത, ഞാൻ വേറൊരാളെ പരിഹസിക്കാമെന്ന് ഒരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി നിങ്ങൾ നാളെയോ മറ്റന്നാളോ എപ്പോഴാണോ അദ്ദേഹത്തെ, എന്തായാലും അടുത്ത ബുധനാഴ്ച എന്തായാലും കാണാം, ഓണത്തിന് മുമ്പ് മന്ത്രിസഭാ യോഗം ചേരുകയാണെങ്കിൽ. ശരി, ഇനി അതായത് UDF യോഗം എടുത്ത തീരുമാനത്തിന് ക്യാബിനറ്റ് യോഗത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ശ്രീകുമാർ മുന്നോട്ട് വെക്കുന്ന ഒരു സംശയം. ശരി, ഞാൻ ഒരു ഇടവേള എടുക്കട്ടെ. ശ്രീ എ സജീവൻ അങ്ങിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ എ സജീവൻ, UDF യോഗം ഇപ്പോൾ ധൃതി പിടിച്ചെടുത്തൊരു തീരുമാനം അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ വരുമ്പോൾ മാറ്റമുണ്ടാകുമോ? മുഖ്യമന്ത്രിക്ക് പറയാൻ അതിൽ പര്യാപ്തമായ മറുപടി ഉണ്ട് എന്ന ബോധ്യത്തിലാണോ ഈ തീരുമാനം UDF എടുത്തിരിക്കുന്നത്? നമുക്ക് ഇവിടെ ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം മാത്രം വെച്ചുകൊണ്ട് പറയാം. അദ്ദേഹം പറഞ്ഞത് നിലവിൽ LDF സർക്കാർ, അതായത് പിണറായി സർക്കാർ ഒപ്പിട്ട ഒരു ധാരണാപത്രം, അതിൽ നിന്ന് മാറാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് ഒപ്പിടേണ്ടി വന്നത്. ഞങ്ങൾക്കിതിനോട് യോജിപ്പില്ല, പക്ഷേ മാറാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ആൾ പോലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാറാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ തീരുമാനം UDF യോഗത്തിലുണ്ട്. പിന്നെ മാറാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഇനി അടുത്ത വിപുലീകൃത UDF യോഗത്തിലും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന മന്ത്രിസഭാ യോഗത്തിൽ എങ്ങനെയാണ് അട്ടിമറിക്കാൻ കഴിയുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീകുമാറിനെ പോലുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ
ജനത്തിന്റെ വായിൽ വെച്ച് കൊടുക്കുന്ന ഈ വിശദീകരണ കാര്യം ഉരുളയുണ്ടല്ലോ, അത് കുറച്ച് ചെറുതാക്കിയിട്ട് അവർക്ക് വിഴുങ്ങാൻ പാകത്തിൽ കൊടുക്കൂ. അവർക്ക് വിഴുങ്ങാൻ കഴിയണം. ഇത് വിഴുങ്ങാൻ പറ്റില്ല. ശ്രീകുമാറാണ് ഇവിടെ പറയുന്നത്, മാറ്റാൻ പറ്റില്ല. ഇത് കരാറാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇത് കരാറല്ല, ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്ട്, ഇതൊരു ധാരണാപത്രമാണ്. ഇനി ശ്രീകുമാർ പറയുന്ന പോലെ ഈ ധാരണാപത്രത്തിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ ഇതിൽ ഒപ്പിട്ട രണ്ട് പാർട്ടികളിൽ ഏതെങ്കിലും ഒരാൾ ഇതിൽ ധാരണയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ ഇന്ന കാര്യങ്ങൾ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ അതിന് പിഴ ഈടാക്കാനോ അല്ലെങ്കിൽ അവർ ഇന്ന ശിക്ഷയ്ക്കോ അർഹരാണ് എന്ന് ഒരു ക്ലോസ് ഉണ്ടോ? എനിക്ക് അറിയുന്നിടത്തോളം അങ്ങനെ ഒരു ക്ലോസ് ഇതിലില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് എന്തിനാണ് ഈ അടുത്ത വിപുലീകൃത യോഗത്തിലോ അത് കഴിഞ്ഞിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലോ അട്ടിമറിക്കാൻ പോകുന്ന ഒന്നാണ് എന്ന് ശ്രീകുമാർ പറയുമ്പോൾ പിന്നെ എന്ത് അർജൻസി ആയിരുന്നു ഈ ഒരു യോഗത്തിൽ, ഈ UDF യോഗത്തിൽ എടുക്കേണ്ടിയിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തിനാണ് ശ്രീകുമാറെ ഈ ആളുകൾക്ക് വിഴുങ്ങാൻ പറ്റാത്ത ഉരുള നിങ്ങൾ ആ ന്യായീകരണ ഉരുള അവരുടെ വായിൽ വെച്ച് കൊടുക്കുന്നത്? പാവം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞോട്ടെ. നോക്കൂ ശ്രീ സജീവൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആകെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ PM ശ്രീ പദ്ധതി രാഷ്ട്രീയമായി ഒരു കോമൺ മിനിമം പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്നത്തെ മുന്നണി യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നു. അത് സംബന്ധിച്ച് സംബന്ധിച്ച് എങ്ങനെ നടപ്പാക്കണം, അതായത് ഗവൺമെൻറ്റിൻ്റെ നയം, കോൺഗ്രസിൻ്റെ നയം, മുന്നണി നയം, ഇത് മൂന്നും കൂടെ ഒക്കെ നോക്കിയിട്ട് വേണമല്ലോ നടപ്പാക്കാനായിട്ട്. അവിടെ അജണ്ടയുണ്ട്. RSSൻ്റെ വിദ്യാഭ്യാസ നയത്തോടെ സാമ്യമുള്ള അജണ്ട നടപ്പാക്കണോ, അതല്ല UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നിലവിലുള്ള അവിടെ അക്കാഡമിക് താല്പര്യത്തിന് മുന്നോട്ട് പോകണോ? ഇതൊക്കെയാണ് ഇനി ചർച്ച ചെയ്യുക. MOU വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, ഇംപ്ലിമെന്റിംഗ് NEP എന്നത്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല, ആ കാര്യത്തിൽ തർക്കവുമില്ല. ഇടവേള. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ UDF തീരുമാനിക്കുമ്പോൾ അതിൽ LDF നിലപാട് എന്താണ്? ശരി, അവരുടെ ഇരട്ടത്താപ്പ്, രാഷ്ട്രീയമായിട്ടുള്ള നയവ്യതിയാനം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കാം എന്നതിനപ്പുറത്ത് PM ശ്രീയുമായി മുന്നോട്ട് പോവുക എന്നതിൽ എന്താണ് നിലപാട്? ഇവിടെ പല ചോദ്യങ്ങൾ ഉയരുമ്പോഴും ശ്രീകുമാർ പറഞ്ഞു, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയല്ല, ഞാൻ പുറത്തു നിന്ന് കോൺഗ്രസിനെ നിരീക്ഷിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ പുനർജനിയിൽ നിന്ന് PM ശ്രീയിലേക്ക് വിഷയം മാറിയപ്പോൾ കോൺഗ്രസിന്റെ ഇന്ന് വരാമെന്നേറ്റ ഔദ്യോഗിക പ്രതിനിധി വരെ ഓടി രക്ഷപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തെറിച്ചു പറഞ്ഞ വാചകങ്ങൾ, അതിൽ ഞാൻ മനഃപൂർവ്വം ഇടപെടാത്തതാണ്, ജനങ്ങൾ കേൾക്കട്ടെ. ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ കഴിയുമോ? നിങ്ങൾ പലതവണ LDFനെ കുറ്റം പറഞ്ഞു. ആയിക്കോട്ടെ, ഞങ്ങൾ ഒപ്പിട്ടു, കൂട്ടായ ചർച്ച നടന്നില്ല, 20-ാം ദിവസം ഞങ്ങൾ പിന്മാറി, അത് ഞങ്ങളുടെ ഒരു കുറവായിട്ട് ഞങ്ങൾ അംഗീകരിച്ചു, അത് സംസ്ഥാന റിവ്യൂ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടു, കേന്ദ്ര റിവ്യൂ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടു, അത് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചു, ജനങ്ങൾക്കടക്കം അതിൽ അഭിപ്രായം പറയാൻ അവസരം കൊടുത്തു, അതൊക്കെ പോകുന്നു, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ ഇപ്പോഴുള്ള വിഷയം ഈ നയവ്യതിയാനം, നിങ്ങൾ തന്നെ ഇതിനെ എതിർത്തവർ എങ്ങനെ നടപ്പാക്കുമെന്ന് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയായ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിന്റെ പിന്നിൽ എന്താണ് ഹേതുവായ കാര്യം എന്ന ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ തന്നെ RSSന്റെ അജണ്ട കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കാൻ തന്നെ എടുത്തിരിക്കുന്ന തീരുമാനമായി തന്നെ അതിനെ കാണേണ്ടി വരും. ആ തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ KPCCയുടെ പ്രസിഡന്റിനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ് KPCCയുടെ പ്രസിഡന്റ് എന്ന രൂപത്തിൽ ഒരാളുടെ ഇംഗിതം, RSSന്റെ ഇംഗിതം, BJPയുടെ ഇംഗിതം മന്ത്രിസഭ നടപ്പാക്കുന്നു എന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? 70 ദിവസത്തിനുള്ളിലല്ലേ ഇത്തരത്തിലുള്ള നിരവധി യൂട്ടേണുകൾ? ഒരക്ഷരം മുഖ്യമന്ത്രി BJPക്കെതിരെ പറയുന്ന സാഹചര്യം, കേരളത്തിലെ BJPക്കെതിരെ പറയുന്ന സാഹചര്യം, കേന്ദ്ര ഗവൺമെന്റിനെതിരെ പറയുന്ന സാഹചര്യം ഉണ്ടോ? ഈ രാജീവ് ചന്ദ്രശേഖരനടക്കം RV ബാബു അടക്കം ഏതെങ്കിലും ഒരു കാര്യത്തിൽ 72 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ UDFനെ വിമർശിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുണ്ടോ? ഇത്രയും യൂട്ടേണുകൾ വരുമ്പോഴും ഒരക്ഷരം ഉരിയാടുന്ന സാഹചര്യമില്ലല്ലോ. അപ്പൊ ഒരേ മനസ്സോടെ രണ്ട് ശരീരമായിട്ട് ഇവർ പോകുന്നു. അധികം താമസിയാതെ ഒരേ ശരീരവും ഒരേ മനസ്സായിട്ട് ഇവർ മാറും. അതുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാനാണ് തീരുമാനമെങ്കിൽ, RSSന്റെ അജണ്ട നടപ്പാക്കാനാണ് തീരുമാനമെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരം കേരളം കാണും. വരും നാളുകളിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി ഇടതുപക്ഷം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഓക്കെ, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. നോക്കാം തലക്കെട്ടുകൾ. ഡിബേറ്റ് വിത്ത് മാധു സജി.